ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു കൺസോൾ, ഇന്ത്യയിൽ അധികം പേരെടുക്കാത്ത ഒരു കൺസോൾ, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിൽ ഒന്നായ മൈക്രോസോഫ്റ്റ് പവർ ചെയ്യുന്ന ഒരു ഗെയിമിംഗ് കൺസോൾ, മൈക്രോസോഫ്റ്റിന്റെ സ്വന്തം എക്സ്ബോക്സ് എന്ന ഗെയിമിംഗ് കൺസോളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ചാനലിൽ ഫറാസ് എന്ന് പറയുന്ന ഒരു ബ്രോ കമന്റ് ചെയ്തതിന് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. കുറച്ച് കമന്റ്സ് ആണെങ്കിൽ പോലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, മുന്നോട്ട് പോകാനായിട്ടൊരു പ്രചോദനമാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. PS5 എന്നത് സോണി ഉണ്ടാക്കുന്ന ഒരു ഗെയിമിംഗ് കൺസോൾ ആണെങ്കിൽ എക്സ്ബോക്സ് എന്നത് മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഗെയിമിംഗ് കൺസോൾ ആണ്. നിങ്ങൾക്ക് ടിവിയോ അല്ലെങ്കിൽ മോണിറ്ററിലോ കണക്ട് ചെയ്ത് കൺട്രോളർ ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്ന ഗെയിമിംഗ് മെഷീൻ. രണ്ടിലും ഒരേ കൺസെപ്റ്റ് ആണ്, ഒരേ രീതിയാണ്. നമ്മൾ മുന്നേ PS5 പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എക്സ്ബോക്സ് നമ്മൾ ആ PS5 ആയിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയും. സോ എക്സ്ബോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറയുമ്പോൾ ഓൺ പേപ്പർ ഇത് PS5 പവർഫുൾ ആണെന്നുള്ളതാണ്. നമ്മൾ ടെറാഫ്ലോപ്സ് എന്താണെന്ന് അറിയണം. അതായത് ഒരു ഗെയിം ആ മെഷീനിൽ റൺ ചെയ്യണമെങ്കിൽ ബില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻ അറ്റ് എ ടൈം ചെയ്യണം. ഗെയിമിലെ ഓരോ ഫ്രെയിംസും ഓരോ ഷാഡോസും ഓരോ മൂവ്മെന്റ്സും ഒക്കെ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെറാഫ്ലോപ്സ് എന്നത് ഒരു സെക്കൻഡിൽ എത്ര ട്രില്യൺ കണക്കിന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും എന്നതിന്റെ മെഷർമെന്റ് ആണ്. കൂടുതൽ ടെറാഫ്ലോപ്സ്, കൂടുതൽ കാൽക്കുലേഷൻസ്, കൂടുതൽ ഗ്രാഫിക്സ് പവർ, അതാണ് അതിന്റെ ഒരു കണക്ക്. സോ നമ്മൾ ഈ വീഡിയോ പറയുന്ന എക്സ്ബോക്സ് സീരീസ് എക്സ് എന്നത് 12 ടെറാഫ്ലോപ്സ് ആണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓൺ പേപ്പറിൽ PS5 പവർഫുൾ ആണ് എക്സ്ബോക്സ് സീരീസ് എക്സ് എന്നത്. എക്സ്ബോക്സ് സീരീസ് എക്സിൽ 12 ടെറാഫ്ലോപ്സ് ആണെങ്കിൽ PS5 10.28 ടെറാഫ്ലോപ്സ് ആണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, PS5 ഇത് പവർഫുൾ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന എക്സ്ബോക്സ് അത്ര ഡിമാൻഡ് അല്ലാതായി പോയതെന്ന്. സോ ഇവിടെയാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത്. ടെറാഫ്ലോപ്സ് കൂടുതൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം നല്ലതാവണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു വലിയ പവർഫുൾ എഞ്ചിനുള്ള കാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഓടിക്കാൻ നല്ലൊരു റോഡില്ല. ഫുള്ള് ഗട്ടറും കുണ്ടും കുഴിയും നിറഞ്ഞിട്ടുള്ള റോഡാണുള്ളത്. അപ്പോൾ പിന്നെ ആ പറയുന്ന കാറിന്റെ ഫുൾ പവർ അവിടെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എനിക്കൊരു 2000 അതിൽ മേൽ CC ഉള്ള ഒരു വണ്ടി കാർ എനിക്ക് ഉണ്ടെന്ന് വെക്കുക, എനിക്ക് ഈ രാജ്യത്ത് ആകെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 70 ആണ്. അതിന് മേലെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പറയുന്ന കാറിൽ ഇത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതുപോലെ ഈ പറയുന്ന കൺസോളിൽ ടെറാഫ്ലോപ്സ് കൂടുതൽ ഉണ്ടായാലും ഗെയിംസ് ആ പവർ പ്രോപ്പർലി യൂസ് ചെയ്യണം, അതാണ് ഇമ്പോർട്ടന്റ്. സോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ PS5 ഇറങ്ങുന്ന ഗെയിംസ് ഒക്കെ അതിലേക്ക് വേണ്ടി മാത്രം സ്പെഷ്യലി ഒപ്റ്റിമൈസ് ചെയ്താണ് അവർ ഗെയിംസ് അതിലോട്ട് ഇറക്കി വിടുന്നത്. അതായത് PS5 വേണ്ടി മാത്രം. സോ അവരെ സംബന്ധിച്ച് 10.28 ടെറാഫ്ലോപ്സ് എന്നത് അവർക്കറി വലിയ വിഷയമല്ല. കാരണം അവർക്കത് ഇച്ചിരി കുറവാണെങ്കിലും അവരുടെ ഗെയിംസ് ആ പറയുന്ന സാധനത്തിന്റെ അകത്ത് നിർത്തി അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ഹൈലി ക്വാളിറ്റിയോട് കൂടി ഔട്ട് കൊണ്ടുവരാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് ഇപ്പൊ എന്താ, ടെറാഫ്ലോപ്സ് കുറഞ്ഞു കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ടോപ്പ് ലെവലായിരിക്കും. ഇനി എക്സ്ബോക്സിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. എക്സ്ബോക്സ് ഗെയിം പാസ്. PS5 നമ്മൾ ഒരു ഗെയിം കളിക്കണമെങ്കിൽ ആ ഗെയിം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഓരോ ഗെയിമിനും ഓരോ റേറ്റ് ആയിരിക്കും. ആ റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് ആ ഗെയിം വാങ്ങി കളിക്കണം. പിന്നെ അതിലും ഈ പറയുന്ന പോലെ PS Plus സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരു 2-3 ഗെയിം അങ്ങനെ അവർ ഫ്രീ ആയിട്ട് ഇടുന്നത് നമുക്ക് എടുത്തു വെച്ച് ഫ്രീ ആയിട്ട് കളിക്കാം. പിന്നെ ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിംസുകൾ കളിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഗെയിംസ് തന്നെ കിട്ടണമെന്ന ഒരു നിർബന്ധമില്ല. അവർ ഏതെങ്കിലും ഒരു 2-3 ഇടും, നമുക്കത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, എടുക്കാൻ കളിക്കാം. ഇനി ഞാൻ എക്സ്ബോക്സിന്റെ ഗെയിം പാസിനെ പറ്റി പറയാം. ഇത് ലൈക്ക് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കത്തില്ലേ, പൈസ കൊടുത്ത് ഒരു മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിനിമ ആണെങ്കിലും നമുക്ക് കാണാം അല്ലേ. സെയിം വേ ഇതിൽ നമ്മൾ പൈസ കൊടുത്ത് ഈ പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100+ ഗെയിംസുകൾ ഉള്ളതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് കളിക്കാം. EA ഗെയിംസ് ഉണ്ട്, Ubisoft ഗെയിംസ് ഉണ്ട്, മൈക്രോസോഫ്റ്റിന്റെ ഓൺ ഗെയിംസ് ഉണ്ട്. സെപ്പറേറ്റ് ഒന്നും നമ്മൾ ഓരോ ഗെയിംസിന് വേണ്ടി പൈസ കൊടുത്ത് മേടിക്കണം. മറ്റേതിൽ നമ്മൾ ഓരോ ഗെയിംസിനും പർട്ടിക്കുലർ പ്രൈസിംഗ് ഉണ്ട്. അത് പ്രൈസ് അനുസരിച്ച് നമ്മൾ മേടിച്ച് വെച്ച് കളിക്കണം. ഏത് പ്ലേ സ്റ്റേഷനിൽ ഇതിൽ ഒറ്റ പാസ് അൺലിമിറ്റഡ് ഗെയിം ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് കളിക്കാം. ഈ പറയുന്നിടത്താണ് രണ്ടാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതുകൊണ്ടാണ് യുവമാർക്ക് സെയിൽ കുറയാനും യുവമാർ എത്ര പേരെടുക്കാതിരുന്നതിന്റെ കാരണം. ഇവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഗെയിം പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഗെയിമുകൾ നമുക്ക് സിസ്റ്റത്തിനകത്തും കളിക്കാം. കൺസോളിന്റെ ആവശ്യമേ ഇല്ല. അതായത് നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല സ്പെക്കുള്ള ഒരു PC ഉണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ്ബോക്സിൽ ഇറങ്ങുന്ന ഏത് ഗെയിമും നിങ്ങൾക്ക് എക്സ്ബോക്സിന്റെ പാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇട്ടത് കളിക്കാം. കൺസോൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ PS5 സംബന്ധിച്ച് PS5 ഗെയിമുകൾ PS5 മാത്രമാണ്. നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇറങ്ങുന്ന എക്സ്ക്ലൂസീവ് ഗെയിംസ് ഒന്നല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അവർ നമുക്ക് PC ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്ത് തരും. പക്ഷേ ഇപ്പോൾ അവർ പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മുതൽ PS5 എക്സ്ക്ലൂസീവ് ഗെയിംസ് കളിക്കണമെങ്കിൽ PS5 തന്നെ പൈസ കൊടുത്ത് മേടിച്ച് അതിൽ തന്നെ ഇരുന്ന് കളിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ PS5 ഇറക്കുന്ന ഗെയിമുകളെല്ലാം കൂടെ PC ഗെയിമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും PS5 വാങ്ങാൻ കൺസിഡർ ചെയ്യത്തില്ല. എന്തിന്? കാരണം ഗെയിമുകളെല്ലാം PC-യിലും ഇറങ്ങുന്നുണ്ട്, ഇത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. സോ അവരെന്ത് ചെയ്തു, അവരുടെ ഗെയിംസ് അവർക്ക് മാത്രം. അത് കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പൈസ കൊടുത്ത് മേടിക്കണം. പക്ഷേ ഇവിടെ എക്സ്ബോക്സ് ചെയ്തതാണെങ്കിൽ ഇവന്മാരുടെ കൺസോൾ ഉണ്ട്, ഇവന്മാർ അതിനകത്ത് ഗെയിമും ഇറക്കും, പാസ് എടുത്തു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും കളിക്കുകയും ചെയ്യാം. അത് സിസ്റ്റത്തിലും കളിക്കാം, അത് വേണമെങ്കിൽ എക്സ്ബോക്സ് മേടിക്കണോ
ഇതുകൊണ്ടാണ്. പിന്നെ അവരെന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മൈക്രോസോഫ്റ്റിന് ഇനി ഞങ്ങൾക്ക് ഇനി ഈ കൺസോൾ വിറ്റിട്ട് വേണ്ട ജീവിക്കാൻ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അത് ഒരു റീസൺ ആണ്. പിന്നെ മാത്രമല്ല സോണിക്ക് അവരുടേതായിട്ടുള്ള കുറെ എക്സ്ക്ലൂസിവിറ്റി ഗെയിംസുകളുണ്ട്. അതായത് ഏറ്റവും ഹൈപ്പഡ് ആയിട്ടുള്ള കുറെ ഗെയിംസ് അവരുടെ പ്ലാറ്റ്ഫോമിൽ മാത്രം വരും. ഗോഡ് ഓഫ് വാർ, സ്പൈഡർമാൻ 2, ഗോസ്റ്റ് ഓഫ് യോട്ടി, അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന വോൾവേറിയൻ, പിന്നെ ലാസ്റ്റ് ഓഫ് അസ്, അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു കുറെ എക്സ്ക്ലൂസീവ് ഗെയിംസ് ഉണ്ട്. ഇതിനൊക്കെ ഒരുപാട് ഫാൻ ബേസും ഉണ്ട്. ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം തന്നെ എടുത്താലേ പറ്റത്തുള്ളൂ. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ബോക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ എക്സ്ക്ലൂസിവിറ്റി ഗെയിംസുകൾ ഭയങ്കര തീരെ കുറവാണ്. പിന്നെ അവർക്ക് ഒരു കുതിരപ്പവൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർസ ഹൊറൈസൺ ഉണ്ടായിരുന്നു 5. അത് കഴിഞ്ഞ കൊല്ലം PS5 വന്നു. ഈ കൊല്ലം ഇനിയിപ്പോൾ 6 ഇറങ്ങാൻ നേരത്ത് അതും PS5 എന്തായാലും വരുന്നുണ്ട്. സോ ഫൈനലി എക്സ്ബോക്സ് സീരീസ് എക്സ് എന്നത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീനായിട്ട് അബ്സല്യൂട്ട്ലി യെസ്, പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഗെയിം പാസ് എടുക്കാം, ഗെയിമുകൾ കളിക്കാം, ഗ്രേറ്റ് വാല്യൂ ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എക്സ്ക്ലൂസിവിറ്റി അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടും മറ്റവർക്ക് അത് കൂടുതലായതുകൊണ്ടും ആ കമ്മ്യൂണിറ്റി കൂടുതൽ വലുതായതുകൊണ്ടും എല്ലാവരും അത് ചൂസ് ചെയ്യുന്നു. സോ ഇതിന്റെ ഇടയിൽ വേറൊരു ഇമോഷൻ ഈ പറയുന്ന PS5 90s കാലം മുതലേ എല്ലാവരും കേൾക്കുന്ന ഒരു പേരാണ് പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. കാലം വാട്സാപ്പിനെ വെല്ലും തരത്തിലെ ഫീച്ചേഴ്സ് പല മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നെങ്കിലും ഇന്നും വാട്സാപ്പ് ആണ് എല്ലാവർക്കും പ്രിയം. അതുപോലെ കണക്കിനുള്ള ഒരു ഇമോഷണൽ ടച്ച് ആണ് ആൾക്കാർക്ക് സോണിയും പ്ലേ സ്റ്റേഷനും മേലുള്ളത്. എക്സ്ബോക്സിന്റെ ജനറേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് 2001 ആദ്യത്തെ എക്സ്ബോക്സ് ഇറക്കുന്നത്. പിന്നീട് അവർ എക്സ്ബോക്സ് 360 എന്നും പറഞ്ഞിട്ടൊരെണ്ണം കൊണ്ടുവന്നു. പിന്നെ എക്സ്ബോക്സ് 1 വന്നു. ഇപ്പൊ എക്സ്ബോക്സ് സീരീസ് എക്സ് വന്നു. ഇനിയിപ്പോ ഉടനെ അവർ അടുത്ത പ്രോജക്ട് ഹെലിക്സ് എന്നും പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. അത് കൺസോൾ അല്ല, അത് ബേസിക്കലി അത് ഒരു ഓൾ ഇൻ വൺ സാധനമാണ്. PCയും പ്ലസ് കൺസോളും ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ഓൾ പാക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിന് ഈ പറയുന്ന കൺസോളിന്റെ വില ആയിരിക്കത്തില്ല അത് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്കും. സോ എക്സ്ബോക്സ് വാങ്ങണമെന്നുള്ളവർക്ക് അത് തീർച്ചയായിട്ടും വാങ്ങാം. ഓൺ പേപ്പർ ഇതിന് കുറച്ച് അപ്പ് ഫാക്ടർ ഉണ്ടെന്ന് കരുതി ഗെയിം പ്ലേയിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാനൊന്നും പോകുന്നില്ല. ഈ PS5 കാര്യം എടുത്താൽ തന്നെ 2 വർഷം കഴിയുമ്പോൾ PS6 മേ ബി ഔട്ട് ആവും. ഇപ്പോഴും പല റിപ്പോർട്ടുകളിലും പറയുന്ന ഈ PS5 തന്നെ മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗെയിമും ഇതുവരെ വന്നിട്ടില്ലെന്നാണ്. സോ അപ്പൊ പിന്നെ എന്തായാലും ഇരിക്കുന്നോ പറയാം. സോ അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.